അല്ലല്ല, ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി ഇരുന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സംഭവിച്ചേ, അവിടെ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവിടെ ഇറങ്ങുക ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു കുറവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പറയുന്നത് വെച്ചാല് അതായത് ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അല്ലല്ല, നമ്മുടെ കുട്ടികളെ യൂത്ത് മീറ്റിങ്ങിന് പോയി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് ആയിരുന്നു. അതിൽ പറഞ്ഞ എല്ലാവരുടെയും ആ ഒരു സാക്ഷ്യത്തില് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ക്ലാസ്. അത് ഒരാൾക്കല്ല കിട്ടിയത്, എല്ലാവർക്കും ഒരുപോലത്തെ സാക്ഷ്യം കിട്ടിയത്. അവിടെ പോയ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നത്. അപ്പൊ ഒരുമനപ്പെട്ട് സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ഒരാൾക്കല്ല വരിക, ഒരുമിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുന്ന പറയുന്നത്. അല്ലല്ല, ഈ ഒരു മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാത്തത്